ഭാരതീയ ജനതാ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ രണ്ടാം പട്ടികയും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. എന്നാൽ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് മണ്ഡലത്തിൽ ആര് ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകുമെന്ന് അറിയാൻ ഇനിയും കാത്തിരിക്കണം എന്നതാണ്. മുതിർന്ന ബി.ജെ.പി. നേതാക്കളായ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, രാജിവെച്ച ഹരിയാന മുഖ്യമന്ത്രി എം.എൽ. ഖട്ടർ എന്നിവർ രണ്ടാം പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 72 സ്ഥാനാർത്ഥികളാണ് പാർട്ടി പുറത്തിറക്കിയ പട്ടികയിലുള്ളത്. മഹാരാഷ്ട്രയിൽ നിന്നാണ് ഗഡ്കരിയും പീയൂഷ് ഗോയലും ജനവിധി തേടുന്നത്. നാഗ്പൂർ സിറ്റിംഗ് എം പിയായ നിതിൻ ഗഡ്കരി ഇവിടെ തന്നെ മത്സരിക്കും. പീയൂഷ് ഗോയൽ മുംബൈ നോർത്തിലും. ഹരിയാനയിലെ കർണൽ മണ്ഡലത്തിലാണ് മനോഹർ ലാൽ ഖട്ടർ മത്സരിക്കുക. മുതിർന്ന നേതാക്കളിൽ നിന്ന് പട്ടികയിൽ ഇടം നേടിയ പുതിയ മുഖം ഖട്ടറാണ്. അദ്ദേഹം ഇതുവരെ ഹരിയാന മുഖ്യമന്ത്രിയായിരുന്നു. ചൊവ്വാഴ്ചയാണ് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞത്. 10 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഹരിയാനയിലുള്ളത്. 2019 ഇവിടെ ബി.ജെ.പി. തൂത്തുവാരിയിരുന്നു. ബി.ജെ.പി. വീണ്ടും അധികാരത്തിലെത്തിയാൽ കേന്ദ്ര മന്ത്രിസഭയിൽ ഖട്ടറും സ്ഥാനം പിടിക്കുമെന്നാണ് പ്രതീക്ഷ. ഗുജറാത്തിലെ 7 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർണാടകയിലെ പ്രമുഖ നേതാക്കളെല്ലാം പുതിയ പട്ടികയിലുണ്ട്. മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ ഹാവേരിയിൽ നിന്ന് ജനവിധി തേടും. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ധർവാഡ് മണ്ഡലത്തിൽ നിന്നും ബി.എസ്. യെദ്യൂരപ്പയുടെ മകൻ രാഘവേന്ദ്ര ശിവമോഗ മണ്ഡലത്തിലും മത്സരിക്കും. ഉടുപ്പി സിറ്റിംഗ് എം പി ശോഭാ കരന്ദലജെ ബംഗളൂരു നോർത്തിൽ മത്സരിക്കും. കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ സഹോദരൻ ഡി.കെ. സുരേഷിനെതിരെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി ബംഗളൂരു റൂറൽ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഡോക്ടർ സി.എൻ. മഞ്ജുനാഥാണ്. ബംഗളൂരു സെൻട്രലിൽ സിറ്റിംഗ് എം പി പി.സി. മോഹൻ, ബംഗളൂരു സൗത്തിൽ സിറ്റിംഗ് എം പി തേജസ്വി സൂര്യ എന്നിവരാണ് മത്സരിക്കുക. കേരളത്തിൽ ബി.ജെ.പി. 4 സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. N.K. പ്രേമചന്ദ്രനും മുകേഷും ഏറ്റുമുട്ടുന്ന കൊല്ലം, എറണാകുളം, ആലത്തൂർ, വയനാട് മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ അറിയേണ്ടത്. 2019 ബി.ഡി.ജെ.എസ്. മത്സരിച്ച സീറ്റാണ് വയനാട്. ഇത്തവണ രാഹുൽ ഗാന്ധി വീണ്ടും എത്തുന്ന സാഹചര്യത്തിൽ ബി.ജെ.പി. മണ്ഡലം ഏറ്റെടുത്തു. ദേശീയ വൈസ് പ്രസിഡന്റ് എ.പി. അബ്ദുള്ളക്കുട്ടി സ്ഥാനാർത്ഥിയാകുമെന്നാണ് പുതിയ റിപ്പോർട്ട്. അതേസമയം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ ഇവരാണ്: തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങൽ വി. മുരളീധരൻ, പത്തനംതിട്ട അനിൽ കെ. ആന്റണി, ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ, തൃശൂർ സുരേഷ് ഗോപി, പാലക്കാട് സി. കൃഷ്ണകുമാർ, മലപ്പുറം ഡോക്ടർ അബ്ദുൾ സലാം, പൊന്നാനി നിവേദിത സുബ്രഹ്മണ്യൻ, കോഴിക്കോട് എം.ടി. രമേശ്, വടകര പ്രഫുൽ കൃഷ്ണൻ, കണ്ണൂർ സി. രഘുനാഥ്, കാസർകോട് എം.എൽ. അശ്വനി എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ബി.ജെ.പിയുടെ ആദ്യ പട്ടികയിലെ ഏക മുസ്ലിം സ്ഥാനാർത്ഥിയായി മലപ്പുറത്ത് മുൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൾ സലാം ഇടം പിടിച്ചു. പത്തനംതിട്ടയിൽ എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് സ്ഥാനാർത്ഥി. ഈയിടെ ബി.ജെ.പിയിൽ ചേർന്ന പി.സി. ജോർജിനെ വെട്ടിയാണ് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം.